Hi guys, good morning. ഞാനാണെങ്കിൽ ഇന്ന് വ്ളോഗ് എടുക്കണോ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നടക്കുക. എനിക്കാണെങ്കിൽ ഇന്ന് എടുക്കാനൊരു മൂഡില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഓഫ് സെക്കൻഡ് ഇയർ ആണ്. ഇന്ന് നമുക്ക് മൈക്രോബയോളജി ഉണ്ട്, ബയോകെമിസ്ട്രി ഉണ്ട്. സോ നമ്മൾ ക്ലാസ്സിന് പോവാണ്. ഇപ്പോൾ സമയം 7:45 കേട്ടോ. നല്ല വെയിലുണ്ടേ കണ്ടോ. ഞാനാണെങ്കിൽ ലക്ഷ്മിയാണ് എന്നെ വന്ന് വിളിച്ചത് രാവിലെ. അവള് എന്നെ 6:45 വന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തിനാ ഉച്ചയ്ക്കിനെ വിളിക്കണേ, അങ്ങനെ ഞാൻ വിചാരിച്ചു. കാരണം ഇവിടെ നേരത്തെ സൺറൈസ് ഉണ്ടായിരിക്കും. പക്ഷേ പെട്ടെന്ന് ഞാനിങ്ങനെ 6:45 ഞങ്ങൾക്കിപ്പോൾ ക്ലാസ് ഉച്ചയ്ക്കാണ്. സോ ഞാൻ അങ്ങനെ 6:45 നീക്കുന്നൊരു മനുഷ്യനല്ല. ഇടയ്ക്ക് കുറക്കത്തിൽ ഞെട്ടിയെനിക്കെങ്കിലും. സോ ഇവിടെ എങ്ങനെയൊക്കെയാണ് ക്ലൈമറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞുതരാം. സൺറൈസ് ഭയങ്കര നേരത്തെയായിരിക്കും. 4 മണി പുലർച്ചെ ആ സമയത്തൊക്കെ ഇങ്ങനെ വരും. പിന്നെ രാത്രി 8 മണി ഒക്കെ ആകുമ്പോഴാണ് സൺസെറ്റ് ഉണ്ടാവുക. 7:30 നല്ല വെയിലുണ്ടാവും. നമ്മൾ ബയോകെമിസ്ട്രി ക്ലാസ്സിലേക്ക് പോകാനുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടല്ല കേട്ടോ നടക്കുന്നത്. നമുക്ക് ഇന്നുള്ളത് ബയോകെമ്മും പിന്നെ മൈക്രോബയോളജിയാണ്. ബയോകെമിസ്ട്രി വരുന്നത് ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിംഗ് വെച്ചിട്ടാണ്. നമ്മളത് ബയോളജി ബിൽഡിംഗ് എന്നാണ് പറയും. പൊതുവേ ബയോകെമ്മും മെഡ് ബയോക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. സോ നമ്മൾ ബയോളജി ബിൽഡിംഗ് പറയും. പിന്നെ മൈക്രോബയോളജിൻ്റെ ക്ലാസ് വരുന്നത് നമുക്ക് കുറച്ചും കൂടി പോകാനുണ്ട്. ബസ്സിലൊക്കെ കയറി പോകാനുണ്ട്. ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോസിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് മൈക്രോബയോളജിൻ്റെ ക്ലാസ് ഉള്ളത്. ബയോകെമിസ്ട്രിയുടെ ലാബിൽ നമ്മൾ ഇന്ന് യൂറിൻ അനാലിസിസ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ദിവസം ബയോകെമിസ്ട്രിയുടെ ലെക്ചർ ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രാക്ടിക്കൽ ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിവിടെ ക്ലാസ് നടക്കുക എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് മണിക്കൂർ നമുക്ക് ലെക്ചർ എടുക്കും. അതായത് ഒരു 4 ബാച്ചസിന് അവർ മേർജ് ചെയ്തിട്ട് ഒരു ലെക്ചർ ക്ലാസ് ഓർഗനൈസ് ചെയ്യും. അതിനുശേഷം നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് കുറച്ച് മണിക്കൂർ. ഇങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് നമുക്ക് ഓരോ സബ്ജക്റ്റും ഉണ്ടായിരിക്കുക കേട്ടോ. നമ്മളാണെങ്കിൽ എല്ലാ വർഷവും ക്ലാസ് കഴിയുന്ന സമയത്ത്, അതായത് ആ സെമ്മിലെ ക്ലാസ് കഴിയുന്ന സമയത്ത് ടീച്ചേഴ്സ് നമ്മളിങ്ങനെ എന്തെങ്കിലും കേക്കോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കട്ട് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ബയോകെമ്മിൻ്റെ സാറിനോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണോ എന്ന് ഇടയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്. സാറാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കോക്കൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ തന്നെ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ സാറിന് കേക്ക് കൊണ്ട് കൊടുത്ത സമയത്ത് സാർ നമുക്ക് ഇങ്ങോട്ട് ഡ്രിങ്ക്സൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യല്ലേ. കഴിഞ്ഞ സെമ്മിലാണെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്ത സമയത്ത് സാറ് നമ്മളെടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാറിന് ഹണി കേക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഹണി കേക്കിനെ നോക്കി വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ റൂമിലേക്ക് പോയി. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു സെറ്റ് ഓഫ് ക്ലാസ്സും കൂടെ ഉണ്ട്. അതിന് മുന്നേ നമ്മൾ റൂമിൽ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് പോവുക. ഇവിടെയാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് സമയം മാത്രമേ സമ്മറുള്ളൂ. പക്ഷേ ആ സമയത്തുണ്ടല്ലോ ഇവർ ഭയങ്കരമായിട്ട് ഗാർഡനിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മനുഷ്യന്മാരാട്ടോ. എല്ലായിടത്തും നല്ല പ്രിറ്റി ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ തോന്നും. അത്രയും ഭയങ്കരമായിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് അതിനായിട്ട് സമയം കണ്ടെത്തുന്ന ആൾക്കാർ. നല്ല ഭംഗിയുണ്ട്. റോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. എനിക്കത് പറിക്കാൻ തോന്നുക കണ്ടിട്ട്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ ഞങ്ങൾ കുറച്ച് മുന്നേ വാങ്ങിച്ചതാട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ക്ലിപ്പ് ആഡ് ചെയ്തതാണ് കേട്ടോ. ഈ ടിയാൻലാലയിൽ ഞങ്ങൾ ബബിൾ ടീയും പിന്നെ ഐസ്ക്രീമും വാങ്ങിച്ചതിൻ്റെ ഞാൻ വെറുതെ ഇങ്ങനെ അത് വാങ്ങിച്ചപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോയ്ക്ക് എന്തോ ഒരു ലെങ്ത്ത് കുറവുണ്ടോയെന്നൊരു സംശയം. എനിക്ക് ഇത് ആഡ് ചെയ്യാമെന്ന് തോന്നി, അങ്ങനെ ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഒരു മധുരത്തിൻ്റെ ഫാൻ ആയിരുന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ മധുരം കഴിക്കാൻ അങ്ങനെ ഒരു പോയിന്റ് വരെ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്താണെന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മധുരം കഴിക്കാനൊക്കെ തോന്നും. പിന്നെ ഈ ഐസ്ക്രീം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്ന ഐസ്ക്രീം. പക്ഷെ ഒറ്റയ്ക്ക് എനിക്ക് കഴിച്ച് തീർക്കാൻ പറ്റില്ല. എനിക്ക് ഒരാൾ കൂടി കൂട്ടുന്നുണ്ടെങ്കിൽ എനിക്കത് 2 പേർക്കൊക്കെ ഇന്നെ വെച്ച് നോക്കുന്ന സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്ലാസ്സിന് പോയി. ഹായ് ഗൈസ്, ഇന്ന് എനിക്ക് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ പുതിയ വ്ളോഗറായിട്ടുള്ള അത്രയ്ക്കും വേണ്ട കേട്ടോ. ഷഫയാണ്, നമ്മുടെ ഷഫാമേഡാണ് എൻ്റെ കൂടെ ഉള്ളത്. ഷഫാമേഡിൻ്റെ ചാനൽ ഞങ്ങൾക്ക് കൊടുക്കാട്ടെ. നിങ്ങൾക്ക് തമിഴിൽ എന്തെങ്കിലും കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും ഡു സബ്സ്ക്ரைப். எஸ் ப்ளீஸ். தமிழில் மட்டும் தான் போடுவேன். ஆனால் இந்த சேனலில் மலையாளம் பேசுவேன். തമിഴ് മാത്രമേ സംസാരിക്കൂ ഈ ചാനലിൽ. എൻ്റെ ചാനൽ തമിഴ് മാത്രം ഉണ്ടാവും. പക്ഷെ എൻ്റെ ചാനലിൽ മലയാളം സംസാരിക്കാം. Which was the side? Are they going in 116? Yeah guys, this വന്നിട്ടുണ്ട്. ഒരു കാര്യം ഓടി കയറി കയറട്ടെ.
ഫൈനലി. ഇന്ന് ആണ് നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ ഫൈനൽ ക്ലാസ്. ഫൈനൽ ക്ലാസ് ഇൻ ദ സെൻസ് ഇനി നമുക്കൊരു ക്ലാസ് ഇല്ല. ഇനി നമുക്ക് ക്ലാസ് തേർഡ് ഇയർ ആവുമ്പോഴേ ഉണ്ടാവുള്ളൂ. എന്താല്ലേ 2 വർഷം പോയപ്പോ ഓക്കെ, 2 കൊല്ലം പോയപ്പോ സെക്കൻഡ് ഇയർ ഇങ്ങനെയാണ്. തേർഡ് ഇയർ we get over, fourth year clinics rotation finished, college life finished, this part of college life finished. We were like 6 years is there, 6 years is there. ഇനി പകുതി അടുത്ത വർഷം ആവുമ്പോൾ ഞങ്ങളുടെ പകുതിയാവും. I can't even think not too fast, but ഞാൻ പോണമെന്ന് എൻ്റെ ആഗ്രഹം കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. സോ ഇവിടെയാണെങ്കിൽ ഉണ്ടല്ലോ ക്ലിനിക്കിലാണ് മൈക്രോബയോളജി ഉള്ളത്. സോ ഏറ്റവും മേലത്തെ നിലയിലാണ് ക്ലാസ് നടക്കണേ. നമുക്ക് അവിടേക്ക് ലിഫ്റ്റ് ഇല്ല, പേഷ്യൻസിന് മാത്രമേ ലിഫ്റ്റ് ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ ആ 7 നില നടന്ന് കയറണം. എനിക്ക് അത് ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ മൈക്രോബയോളജി ബിൽഡിങ്ങിലെത്തി. മാം ആണെങ്കിൽ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യേണ്ട, വേണ്ട എന്ന് മാം കുറേ പറഞ്ഞു. പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ട് മാം പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി കട്ട് ചെയ്ത് കഴിക്കാം. ആ രംഗമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ കിട്ടുന്ന കുറച്ചൊരു ചീപ്പായിട്ടുള്ള കേക്കാണ് കേട്ടോ അത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കേക്ക്സ്. ഇവിടുത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കേക്കിനെക്കാളും ചില സമയത്ത് എന്തോ എനിക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കഴിക്കാനിടയ്ക്ക് തോന്നുന്നൊക്കെ ചെയ്യാറുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഗായ്സ് നമ്മുടെ സെക്കൻഡ് ഇയർ ഫൈനൽ ഞങ്ങളെല്ലാവരും ക്ലാസ് കഴിഞ്ഞ് പോവാട്ടോ. ഹായ് പറയൂ എല്ലാവരും. ഹായ് ആണ് പറയാൻ പറഞ്ഞു, ഒരു ബായ് പറഞ്ഞു. സോ ഞാനും പോവാണ് കേട്ടോ. ഇനി ഈ വർഷത്തെ വ്ളോഗില്ല കേട്ടോ ഗൈസ്, ഇനി അടുത്ത വർഷത്തെ വ്ളോഗുള്ളൂ. എന്നാ ശരി. ഇനി എക്സാം വ്ളോഗും കൂടി ഉണ്ടായിരിക്കും. അല്ല നാട്ടിൽ പോണ വ്ളോഗൊക്കെ ഉണ്ട്. പിന്നെ ഇനി അടുത്ത വർഷം നമുക്ക് പുതിയ വ്ളോഗായിട്ട് കാണാം. ബൈ.